ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമായണത്തിലെ രണ്ടാമത്തെ കാണ്ഡമായ അയോധ്യാകാന്ഡമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അയോധ്യാകാന്ഡം വായിക്കുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സകല ദുഃഖങ്ങളും മാറും എന്നാണ് ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളും പൂജകളും ഒരുക്കങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഹരേ കൃഷ്ണ. സ്വർണ്ണക്കുടത്തിൽ പൂർണ്ണ കലശം, അതിനുമേൽ കുലകുലയായി ഒടിച്ചെടുത്ത മാവില, ശാസ്ത്രമനുസരിച്ചുള്ള മംഗളവസ്തുക്കളെല്ലാം നിരത്തി രത്നങ്ങൾ കൊണ്ടും വർണ്ണപതാകകൾ കൊണ്ടുമുള്ള അലങ്കാരങ്ങൾ ചെയ്തു. അയോധ്യ അമരാവതി പോലെ തിളങ്ങി. എല്ലാ ഭവനങ്ങളും ഇന്ദ്രഭവനം പോലെ ശോഭിച്ചു. ഹരേ കൃഷ്ണ. ഇതെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ വായിക്കുമ്പോൾ അതൊരു ചിത്രം പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഹരേ കൃഷ്ണ. തോഴി മന്ധര അസ്വസ്ഥയായി പുറത്തേക്ക് വന്നു. ആരുടെ തോഴി? കൈകേയി. കൈകേയിയെ ദശരഥ മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ അച്ഛൻ കൈകേയിയുടെ കൂടെ പറഞ്ഞയച്ച തോഴിയാണ് മന്ധര. അതൊക്കെ നമ്മൾ മുന്നേ വായിച്ചിരുന്നു. നഗരത്തിലെ പ്രജകളെല്ലാം ആനന്ദിക്കുന്നത് കണ്ടു. കാഴ്ചകൾ കാണുവാൻ വേണ്ടി ഉയർത്തിക്കെട്ടിയ തട്ടിൽ കയറി നിന്ന് നോക്കി. രാമൻ രാജാവാകും എന്ന സന്തോഷത്തിലാണ് പ്രജകളെല്ലാം. ഈ ആഘോഷങ്ങളെല്ലാം കണ്ട മന്ധര അസ്വസ്ഥയായി. മന്ധര കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. കൈകേയി അവിടെ കിടക്കുകയായിരുന്നു. മന്ധര പെട്ടെന്ന് കടന്നു ചെന്ന് പറഞ്ഞു, ബുദ്ധിയില്ലാത്ത കൈകേയി, നീ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? നിന്റെ മകൻ ഭരതൻ ഇന്ന് മനോദുഃഖത്തിൽ മുങ്ങിത്താഴുകയാണ്. നീയും ദുഃഖത്തിൽ കിടന്ന് മരിക്കും. ഭരതനെ ഒഴിവാക്കിയിട്ട് രാമനെ രാജാവാക്കുകയാണ് രാജാവ് ചെയ്യുന്നത്. ഉടനെ തന്നെ രാജാവിനെ കൊണ്ട് പ്രതിജ്ഞ പാലിപ്പിച്ച് ഭരതനെ രാജാവാക്കണം. രാജാവിനെ കൊണ്ട് രാമനെ കാട്ടിലയപ്പിക്കണം. രാമൻ രാജാവായാൽ പിന്നെ എന്താണ് നിനക്കധികാരം? ഭരതൻ രാജാവായാലോ രാജ്യം മുഴുവൻ നിൻ്റേതായി. നീ രാജാവിൻ്റെ മുഖ്യറാണിയാവുക. ഭരതൻ രാജാവാകുമ്പോൾ അമ്മ മഹാറാണിയും ആകും. ഇത് കേട്ട് കൈകേയി അപ്പോൾ മറുപടി പറഞ്ഞു, രാമൻ ധർമാനുസരണം എൻ്റെ പുത്രൻ തന്നെ. എന്തു കാര്യത്തിനാണ് അവന് ദോഷം വരുത്തുന്നത്? അവൻ എനിക്കുള്ള മാന്യത എന്നും തന്നിട്ടുണ്ട്. നാളെയും അത് തരിക തന്നെ ചെയ്യും. രാമന് മാനഹാനി വരുത്തുന്നത് ശരിയല്ല. എല്ലാം ഒത്തിണങ്ങിയ രാമനാണ് ഇതിന് ഉചിതം. ജ്യേഷ്ഠപുത്രൻ പിതാവിൻ്റെ രാജ്യം നേടുന്നത് ഉചിതം തന്നെ. രാമൻ രാജാവായാൽ പ്രജകൾക്കെല്ലാം സന്തോഷമുണ്ടാകും. എല്ലാവർക്കും ഉചിതമായ ധനം രാമൻ നൽകും. ഭരതന് രാമൻ രാജ്യം കൊടുക്കാതിരിക്കില്ല. എനിക്ക് വലിയ റാണി കൗസല്യ വേണ്ടത്ര മാന്യത കൽപ്പിക്കുക തന്നെ ചെയ്യും. അതിനാൽ രാമൻ രാജാവാകുന്നത് എനിക്കും മാന്യത തന്നെയാണ്. ആ ശുഭവാർത്ത എല്ലാവരെയും നീ തന്നെ അറിയിക്കുക എന്ന് പറഞ്ഞു. ദാസി മന്ധര കോപിച്ചു. ചുണ്ടുകൾ വിറച്ചു. കൈകേയിയുടെ കൊട്ടാരത്തിൽ നിന്നെഴുന്നേറ്റു. കൈകേയി കൊടുത്ത സമ്മാനം താഴെയിട്ടിട്ട്
കണ്ണ് രണ്ടും ചുവന്നുകൊണ്ട് മന്ധര പറഞ്ഞു, കൈകേയി, നിന്റെ ദുഃഖത്തെക്കുറിച്ചാണ് എനിക്ക് വിചാരം. നിനക്ക് നല്ലതാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നാൽ വിപരീതമായാണ് നിനക്ക് തോന്നുന്നത്. സപത്നിയുടെ പുത്രൻ രാജാവാകുമ്പോൾ നീ ആനന്ദിക്കുന്നു. കൗസല്യ നിന്നേക്കാൾ ബുദ്ധിയും പണ്ഡിതയുമാണ്. ഭർത്താവിനെ സേവിച്ച് സ്വന്തം ആവശ്യങ്ങൾ അവൾ തന്ത്രപൂർവം നേടിയെടുത്തു. നീ കൗസല്യയുടെ മുമ്പിൽ ദാസിയായി നിൽക്കും. കൗസല്യയ്ക്ക് ഗുണവതിയായ സീതയും സഹായത്തിനായുണ്ട്. നീ രാജാവിൻ്റെ അനുരാഗദർപ്പത്തിലാണെന്ന് കൗസല്യയ്ക്കറിയാം. ആ മനസ്താപം മാറാൻ കൗസല്യ മകനെ രാജാവാക്കി. ഭരതകുമാരൻ അമ്മാത്തുപോയി താമസിക്കുകയല്ലേ? മകനെ പെറ്റു വളർത്തിയിട്ട് ഇപ്പോഴെന്തായി? അമ്മയും മകനും കൗസല്യയുടെ കീഴിലായി. ശ്രീരാമനും ലക്ഷ്മണനും ഒറ്റ ദേഹമാണ്. രണ്ടുപേരും കൂടി രാജ്യം ഭരിക്കും. ഭരതൻ പുറത്ത്. നീയാണ് ഭരതനെ വഞ്ചിച്ചത്. ഞാൻ ബുദ്ധി പറഞ്ഞു തന്നു. നിനക്ക് അത് അഹിതമായിട്ടാണ് തോന്നിയത്. രാജ്യം കിട്ടിയില്ലെങ്കിൽ ഭരതൻ ഇനി ഇങ്ങോട്ട് വരികയുമില്ല. നീ മകൻ്റെ മുഖം കാണുകയുമില്ല. എന്നും മകനെ പിരിഞ്ഞു തന്നെ ഇരിക്കും. മനസ്സുണ്ടെങ്കിൽ രാജാവിനോട് പറയുക ഭരതനെ രാജാവാക്കണമെന്ന്. അതുകൂടാതെ രാമനെ കാനനത്തിലേക്ക് അയക്കൂ. കൈകേയി പറഞ്ഞു, മന്ധരേ, നീ എനിക്ക് നന്മ വരുത്തുന്നവളാണ്. രാമൻ നിമിത്തം എനിക്ക് ദോഷമേ വരൂ. ഇതുവരെ ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. ഭരതൻ ഇവിടെ ഇല്ലാത്ത തക്കം നോക്കി രാമൻ രാജാവാകും. അതെങ്ങനെ ഒഴിവാക്കും? അതിനുള്ള ബുദ്ധി കൂടി നീ എനിക്ക് പറഞ്ഞു തരൂ. മന്ധരേ, രാമൻ രാജാവിന് ജീവനാണ്. അവനെ എങ്ങനെയാണ് ഞാൻ മനത്തിലേക്ക് അയക്കുന്നത്? രാജ്യം കൊടുക്കണ്ട, പക്ഷേ അവൻ കൊട്ടാരത്തിൽ താമസിച്ചു കൊള്ളട്ടെ. എന്തു കുറ്റത്തിനാണ് വനത്തിൽ അയക്കുന്നത്? അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ട്. ഭരതൻ നാട്ടിലില്ല. 4ൽ ഒരംശത്തിനല്ലേ അവൻ അധികാരമുള്ളൂ. ജ്യേഷ്ഠ സഹോദരനോട് പ്രത്യേകം താൽപ്പര്യം തോന്നുകയില്ലേ? എന്തു ചെയ്യും? മന്ധര എന്നെ ഒന്ന് ഉപദേശിക്കുക. രാമൻ്റെ മധുരഭാഷണം കേട്ടാൽ എല്ലാവർക്കും സന്തോഷമാകും. ആ രാമനെ എന്തു പറഞ്ഞ് വനത്തിലേക്ക് അയക്കും? ഭരതന് രാജ്യം കിട്ടാൻ ഞാനൊരു ഉപായവും കാണുന്നില്ല. മന്ധരേ, ഭരതന് എങ്ങനെ രാജ്യം കിട്ടും? പറയൂ. എങ്ങനെ രാമനെ വനത്തിലേക്ക് അയക്കും? ഭരതന് രാജ്യം കിട്ടിയാൽ എൻ്റെ ആശ പൂർണ്ണമാവുകയും ചെയ്യും. ഇങ്ങനെ മന്ധരയുടെ ഉപദേശം മൂലം കൈകേയിയുടെ മനസ്സും ഇളകിത്തുടങ്ങി. മാർഗം ചോദിക്ക്, ഞാൻ പറഞ്ഞു തരാം. ഭരതന് എങ്ങനെ രാജ്യം കിട്ടുമെന്ന് കേട്ടുകൊള്ളുക എന്ന് മന്ധര പറഞ്ഞു. പഴയ കഥകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് പറയാം. ശംഭാസുരനുമായുള്ള യുദ്ധം കഴിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവ് നിനക്ക് 2 വരങ്ങളാണ് തന്നത്. ആ വരം അപ്പോൾ തന്നെ ചോദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉപദേശപ്രകാരം പിന്നീട് അതിനൊരവസരം വരും, ആ സമയം ചോദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞില്ലയോ? അത് ഇപ്പോൾ തന്നെ ചോദിക്കുക. രാജാവ് നിന്നോട് കാര്യങ്ങളൊക്കെ പറയാൻ വരും. പട്ടുവസ്ത്രങ്ങൾ കണ്ണുനീരിൽ നനഞ്ഞ് മെയ്യാഭരണങ്ങളൊക്കെ ഊരിക്കളഞ്ഞ് ആഹാരം കഴിക്കാതെ വെറും നിലത്ത് കിടന്നുകൊള്ളുക. രാജാവ് നിന്റെ കോപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം ചോദിക്കും. മറുപടിയൊന്നും പറയാതെ നിലവിളിച്ചുകൊണ്ടേയിരിക്കണം. രാജാവ്
പലതരത്തിൽ സ്വാന്തനപ്പെടുത്തും, പല വാഗ്ദാനങ്ങളും തരും. ആദ്യം സത്യം ചെയ്യിപ്പിച്ചിട്ട് പിന്നെ വരം ചോദിക്കണം. രാജാവിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇങ്ങനെ വേണം വരം ചോദിക്കാൻ. ഒരു വരത്താൽ ഭരതനെ രാജാവായി വാഴിക്കണം, മറ്റൊരു വരത്താൽ രാമനെ വനത്തിലേക്ക് അയക്കണം. 14 വർഷം രാമൻ വനത്തിൽ താമസിച്ചാൽ രാജ്യം മുഴുവൻ ഭരതൻ്റേതാകും. നീ ജീവൻ ചോദിച്ചാൽ രാജാവ് ജീവൻ തരും. പ്രതിജ്ഞയാൽ അസ്വതന്ത്രനായ രാജാവിന് പ്രിയപ്പെട്ട പുത്രനെ വനത്തിലേക്ക് അയക്കാതിരിക്കാനോ വരം നൽകാതിരിക്കാനോ കഴിയുകയില്ല. ഇങ്ങനെ മന്ധരയുടെ വാക്കുകേട്ട് കൈകേയി ആകെ മാറിപ്പോയി. അധർമ്മം, ദുഷ്കീർത്തി എന്നിവയൊന്നും തന്നെ മനസ്സിൽ തോന്നിയില്ല. കൈകേയിക്ക് ഘോരമായ ഒരു ബ്രഹ്മശാപം ഉണ്ട്. അതാണിത്ര വലിയ പ്രശ്നമായി പിന്നീട് മാറിയത്. ശൈശവത്തിൽ പിതൃഗൃഹത്തിൽ കഴിയുന്ന കാലം ബ്രാഹ്മണരെ അറിയാതെ നിന്ദിക്കാനിടയായി. ലോകം മുഴുവൻ പരക്കുന്ന ദുഷ്കീർത്തി ഉണ്ടാകട്ടെ എന്ന് ബ്രാഹ്മണർ ശപിച്ചു. അത് ഫലിച്ചു. അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെയൊരവസ്ഥ കൈകേയിക്ക് വന്നത്. കൈകേയി പ്രസന്നവദനയായി മന്ധരയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിന്നെപ്പോലെ നല്ലവളായി മറ്റാരും തന്നെയില്ല. എൻ്റെ നന്മ മാത്രമാണ് നീ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടി ചെയ്ത ഈ വിശിഷ്ട സേവനത്തിൻ്റെ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? രാജാവ് രാമനെ വനത്തിൽ അയച്ചിട്ടല്ലാതെ ഞാനിനി കുളിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യില്ല. ഞാൻ നിന്റെ മുമ്പിൽ ഇക്കാര്യം സത്യം ചെയ്യുന്നു. കൈകേയിയുടെ വാക്കുകേട്ട് മന്ധരയ്ക്ക് വലിയ സന്തോഷം ആയി. ഹരേ കൃഷ്ണ. ഇതാണ് മന്ധരയുടെ ഉപദേശം. എന്തുകൊണ്ടാണ് ആ സമയത്ത് കൈകേയിക്ക് മന്ധരയുടെ ഉപദേശം കേൾക്കാനായിട്ട് തോന്നിയത് എന്നുള്ള ഭാഗവും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വായിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ആ കഥ പോലെ ആ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവരും നാമം ചെല്ലുക. നാളത്തെ ദിവസം ഷഷ്ടിയാണ്. വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക. വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. കൃഷ്ണപക്ഷ ഷഷ്ടിയാണ്. സാധാരണ നമ്മൾ മലയാളികൾ ശുക്ലപക്ഷ ഷഷ്ടിയാണ് എടുക്കുന്നത്. പക്ഷേ കൃഷ്ണപക്ഷ ഷഷ്ടിയും നമുക്ക് വ്രതമായിട്ട് എടുക്കാം. അതിലൊന്നും ദോഷമില്ല. 2 ഷഷ്ടികളും എടുക്കുന്ന ആളുകളുണ്ട്. ഈ ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കാത്തവരെല്ലാവരും തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കണം. ഷഷ്ടിവ്രതത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാവരും അത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം. ഞാൻ നല്ലൊരു ലെമൺ റൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. അത് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ആ ചാനലിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാത്ത തികഞ്ഞ സ്വാത്വികമായ ഭക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ രാമായണത്തിന് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അത് കേൾക്കണം. ഏകാദശി വരുന്നു. ഏകാദശിക്കായി തയ്യാറെടുക്കുക. നാമം ചെല്ലുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.